ടിന്റുമോന്റെ തമാശ. മാഷ് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാനിട്ട് ടിന്റുമോനെ ക്ലാസ്സിന് പുറത്താക്കി. അച്ഛനെയും കൂട്ടി വരാൻ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, എന്താ മോനെ നീ ഉത്തരം പറയാതിരുന്ന? അവൻ പറഞ്ഞു, വെറുതെ ചോദിച്ചു അച്ഛാ, അയാൾക്ക് ഉത്തരം അറിയാ, പിന്നെ എന്നോട് ചോദിക്കണോ? അയാൾക്കറിയുന്ന ഉത്തരം എന്നോട് ചോദിക്കണോ? മാഷക്കറിയുന്ന ഉത്തരം പറയാനല്ല കുട്ടി, മാഷക്കറിയാത്ത ഉത്തരം കണ്ടെത്താനാണ് കുട്ടി. അപ്പോഴാണ് അധ്യാപനം നടത്തുന്നത്. ശ്രീനാരായണ ഗുരു ചെയ്ത മഹാപ്രക്രിയ, അദ്ദേഹത്തിന്റെ അധ്യാപനത്തിന്റെ ശക്തി കൊണ്ടാണ് കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു മഹാകവി ഉണ്ടായത്. ഗുരുവിന്റെ അധ്യാപനത്തിന്റെ കരുത്തിലാണ്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമുണ്ടായത്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് മലയാളി മെമ്മോറിയൽ ഉണ്ടായത്, ഈഴവ മെമ്മോറിയൽ ഉണ്ടായത്, ഡോക്ടർ പൽപ്പു ഉണ്ടായത്. ആ അധ്യാപനം നടത്തുന്നവൻ ഗുരു. പിടികിട്ടിയോ? നമ്മുടെ ശരീരം ലഘുവും മനസ്സ് ഗുരുവുമായി മാറാൻ നമുക്കെന്തു വേണം? നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതം എന്താണെന്ന് അന്വേഷിക്കണം. ഉദ്ദാലകാരുണി അധ്യാപനം നടത്താൻ ശ്വേതകേതുവിനെ അയച്ചു. ഇവിടെ മഹാപണ്ഡിതനായ പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യന്റെ അടുത്ത് അയച്ചു. പ്രവാഹട കൈവല്യന്റെ അടുത്ത് പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശ്വേതകേതു വന്ന ഉടനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി, ഉത്തരം പറയുന്ന കുട്ടിയല്ല. ചോദ്യമാണ് പ്രധാനം, ഉത്തരമല്ല. ചോദ്യമുണ്ടെങ്കിലേ ഉത്തരമുള്ളൂ. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. പെണ്ണ് കാണാൻ ഒരുത്തം പോയാലേ പെണ്ണ് വീട്ടിലേക്ക് കയറി വരൂല്ലേ? സ്വയമേവ ഒരു പെണ്ണ് വരുവോ? അപ്പൊ ചോദ്യം, പെണ്ണ് കാണാൻ ഒരു ചെക്കൻ വേണ്ടേ, ഒരു വരം വേണ്ടേ? ആ വരനാണ് ചോദ്യം, ഉത്തരം വധുവാണ്. ആ ചോദ്യാർത്ഥ ഉത്തരങ്ങൾ പരസ്പരം പൂരകമാവുമ്പോഴാണ് അർജുന ഉവാച, കൃഷ്ണ ഉവാച. ഭഗവത്ഗീത മുഴുവൻ അതാണ്. അർജുനൻ ചോദിക്കുന്നു, കൃഷ്ണൻ ഉത്തരം പറയുന്നു. വൈശമ്പായന ഉവാച, ജനമേജയ ഉവാച. മഹാഭാരതം അങ്ങനെയാണ്. പാർവതി ഉവാച, പരമേശ്വര ഉവാച. രാമായണം ഉമാമഹേശ്വര സംവാദമാണ്. ഋഷിമാരുമെല്ലാം പരസ്പര ചോദ്യോത്തരങ്ങൾ നടത്തുമ്പോ അതിൽ നിന്നാണ് ഉത്തരങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ഓം സഹനാവവതു. ഗുരുവും ശിഷ്യനും, ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും, അച്ഛനും മക്കളും, സഹോദരനും സഹോദരിയും പരസ്പരം ഇരുന്നിട്ട് സഹ അവവധുവാവുന്നുണ്ടോ? അതാണ് യോഗം. നിങ്ങൾ ധർമ്മപരിപാലനം നടത്താൻ യോഗം എന്നെന്താണെന്ന് പഠിച്ചോ? യോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിച്ചത് ഇന്ന് വൈകുന്നേരം കമ്മിറ്റിന്റെ യോഗം ഉണ്ട് കേട്ടോ, മീറ്റിംഗ് അല്ലേ? നോ. യാ ഗമിക്ക, യാ ഏതിലെയാണോ ഗമിക്കേണ്ടത് അതാ യോഗം.